ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടാക്കിയാലോ. അതും ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. വളരെ സിമ്പിളാണ്, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒരു കപ്പ് ഗോതമ്പ് പൊടി ഉണ്ടെങ്കിൽ ദേ ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ ക്രിസ്പി ആയിട്ടുള്ള 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. മാത്രമല്ല വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ പാചകം പഠിച്ചു തുടങ്ങുന്ന കുട്ടികളാണെങ്കിൽ ഇതുപോലുള്ള ഈസി ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ നമുക്കിത് ഇതുപോലുള്ളൊരു 4 മണി പലഹാരം ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി മാത്രം മതി. അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി 1/2 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ നെയ്യ് വേണേൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നെയ്യ് ചേർക്കാനില്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ബട്ടറും ഇല്ല എങ്കിൽ ഓയിൽ ചേർക്കാം. ഇനിയിപ്പോൾ ഇത് ഏതും ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ നമ്മൾ ഈ ഓയിലൊക്കെ ചേർക്കുന്നത്. ഇനിയിപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല, മാവ് നല്ല പോലെ നമുക്കൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ എങ്ങനെയാണോ കുഴച്ചെടുക്കുന്നത് അതുപോലെ തന്നെ കുഴയ്ക്കുക. ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. നോക്കിയ ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക. കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി മാവ് നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നാൽ ഒരു 10 മിനിറ്റ് നേരം വേണേൽ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് മാവ് കുഴച്ചെടുത്തതും ഉണ്ടാക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ചെറിയ ഉരുളകളായിട്ട് കനം കുറച്ച് തന്നെ മാവെടുക്കുക. ഒരു ഷേപ്പിനും നല്ലൊരു ഭംഗിക്കും വേണ്ടിയിട്ട്, പെട്ടെന്ന് ഉരുട്ടിയെടുക്കാനും വേണ്ടിയിട്ട് ആ ഷേപ്പിൽ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഫോർക്കിൽ തന്നെ ചെയ്യണം. എങ്കിലാണ് ഇതുപോലൊരു ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കനം കുറച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഫോർക്കിൽ ഒട്ടിപ്പിടിക്കുമെന്ന പേടിയൊന്നും വേണ്ട. അങ്ങനെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ തേച്ച് കൊടുത്താൽ മതി. ഇതുപോലെ ഫോർക്കിൽ മാവ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഫോർക്കിൻ്റെ വെളിയിൽ മാവ് വരുന്ന രീതിയിൽ തന്നെ ഞാൻ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാവ് കണ്ടില്ലേ, മാവെല്ലാം ഫോർക്കിന് വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ആ രീതിയിലേക്കാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒന്ന് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് നീക്കി കൊടുക്കുമ്പോൾ നന്നായിട്ടത് നീങ്ങി വരുന്നുണ്ട്. കണ്ടില്ലേ, നമ്മൾ എല്ലാ മാവും അതേപോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കാണാനും നല്ലൊരു ഭംഗിയുണ്ട്, നല്ലൊരു ഷേപ്പും നല്ലൊരു ഭംഗിയുണ്ട് കാണാനായിട്ട്. കനം കുറച്ച് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടി കൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതും അത് ഇളക്കി കൊടുക്കേണ്ട, അല്ലെങ്കിൽ മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ വയ്ക്കേണ്ട. അങ്ങനെ ആയാൽ നമ്മളുണ്ടാക്കുന്ന പലഹാരത്തിന് ഹാർഡായിരിക്കും, കുറച്ച് ഹാർഡായിട്ട് മാറും. അതുകൊണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ, കുറച്ചൊന്ന് ബ്രൗൺ കളർ, ലൈറ്റും അല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ എണ്ണയിലിട്ടിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള അതും ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കുറച്ചൊരു എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 സ്പൂണ് മുളക് പൊടി കൂടെ കുറച്ചൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് ചെറിയൊരു എരിവും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരേ ഒരു ഐറ്റം കൊണ്ടാണ്, ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള 4 മണി പലഹാരമാണ്. അപ്പോൾ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ. വിഷു കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും പടക്കം പൊട്ടിക്കലിൻ്റെ തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ സൗണ്ടൊക്കെ, പടക്കത്തിൻ്റെ സൗണ്ടൊക്കെ എല്ലാ ഭാഗത്തുനിന്നും കേൾക്കുന്നുണ്ട്.
എല്ലാവരും വിഷു ഒക്കെ നന്നായിട്ട് ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ടും അത് മാത്രമല്ല ഇതുപോലെ സിമ്പിൾ റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അതുപോലെ ഇതുപോലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക.